അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ബഹുമാനികളെ, ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് നിന്നോട് ഒരു ആവശ്യം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു മൂസ നബി അലൈഹിസ്സലാമിനോട്, എന്താ മൂസ നബിയെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്, യാ റബ്ബി ഇഹ്ബിസ് അന്നി കലാമന്നാസ്. അള്ളാഹുവേ, എന്നെ തൊട്ട് നീ ജനങ്ങളുടെ സംസാരത്തെ നീ ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ, ബനു ഇസ്രയേൽ ഒരുപാട് കുറ്റപ്പെടുത്തി പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്നെ. അവരുടെ കുറ്റപ്പെടുത്തലുകൾ, അവരുടെ വിമർശനങ്ങൾ എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നിന്റെ മാർഗത്തിൽ ഞാൻ പ്രബോധനം ചെയ്യുന്ന സമയത്ത് ആ പ്രബോധനമാകുന്ന കഴിവിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ആ കുറ്റപ്പെടുത്തലുകളൊന്ന് നിയന്ത്രിച്ച് തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസ നബി അലൈഹിസ്സലാം പറയുകയാണ്. മൂസ നബി അലൈഹിസ്സലാമിനെ ബനു ഇസ്രായേൽ ഒരുപാട് കുറ്റപ്പെടുത്തി എന്നത് ഖുർആൻ ഷരീഫ് സാക്ഷിയാണ്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദവ മൂസ. മൂസ നബി അലൈഹിസ്സലാമിനെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എങ്ങനെ മൂസ നബി അലൈഹി സ്വലാമിനെ അവർ ഉപദ്രവിച്ചത്? നാവ് കൊണ്ട് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തി, വിമർശിച്ചു, പ്രയാസപ്പെടുത്തി. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ഇതൊക്കെ ശക്തിയായ സമയത്ത് മൂസ നബി അലൈഹി സ്വലാം അല്ലാഹു തആലയോട് പറഞ്ഞതാണ്, അല്ലാഹുവേ ഇഹ്ബിസ് അന്നി കലാമന്നാസ്. ജനങ്ങൾ ഒരുപാട് എന്നെ പ്രയാസപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, വിമർശിക്കുന്നു, നീ അത് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാമിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? മൂസ നബിയെ, ലൗ ഫഅൽതു ഹാദാ ബി അഹദിൻ. അങ്ങനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന കാര്യത്തെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞാൻ അങ്ങനെ ഒരു നിയന്ത്രണം വെക്കുമായിരുന്നുവെങ്കിൽ, ഫഅൽതു ബി, എൻ്റെ വിഷയത്തിൽ ഞാനത് ചെയ്യുമായിരുന്നല്ലോ. ഞാൻ സൃഷ്ടിക്കുകയും ഞാൻ ഭക്ഷണം കൊടുക്കുകയും ഞാൻ വസ്ത്രം കൊടുക്കുകയും ഞാൻ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നില്ലേ? എന്നെ കുറ്റപ്പെടുത്തുന്നില്ലേ? എന്നെ വിമർശിക്കുന്നില്ലേ? എന്നാലും എൻ്റെ കഴിവിനെ അത് ബാധിക്കുന്നുണ്ടോ? സൂര്യൻ്റെ സഞ്ചാരപഥത്തെയോ, സൂര്യൻ ഉദിക്കുന്നതോ സൂര്യൻ അസ്തമിക്കുന്നതോ അതിനെന്തെങ്കിലും അത് ബാധിക്കുന്നുണ്ടോ? എൻ്റെ കഴിവിനെ അത് ബാധിക്കുന്നില്ലല്ലോ. എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ. അപ്പോഴെല്ലാം കൂടുതൽ ആർജവത്തോടുകൂടെ മുന്നേറാനാണ് ശ്രമിക്കേണ്ടത്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സ്പീക്കാണത്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നത്, എന്നെ അവർ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, റബ്ബുൽ ആലമീനായ എന്നെയല്ലേ അവർ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തുന്നതിൽ നീ എന്തിനാ വിഷമിക്കുന്നത്? അത് നിന്റെ കഴിവിനെ ബാധിക്കാൻ പാടില്ലെന്ന് മൂസ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്. ബഹുമാനികളെ, ചുറ്റുപാടും ഒരുപാട് ആളുകൾ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഉണ്ടാകും, നമ്മെ വിമർശിക്കാൻ ഉണ്ടാകും, നമ്മളെ പിന്തിരിപ്പിക്കാൻ ഉണ്ടാകും. നമ്മുടെ കരിയർ, അത് നമ്മളുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതായ യാത്രയെ അത് ബാധിക്കാൻ പാടില്ല, നമ്മുടെ കഴിവിനെ ബാധിക്കാൻ പാടില്ല. ഇന്നലെ നാം പഠിച്ചതായ ഹദീസിൽ എന്താണ് മനസ്സിലാക്കിയത്? ഒരു പൂർണ്ണമായ ഈമാൻ പൂർണ്ണമായതിൻ്റെ അടയാളമാണ് ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം കിട്ടുന്ന ഏതൊരു കാര്യത്തിലും മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് നോക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. നല്ല രീതിയിൽ ഡ്രസ്സിട്ട് പോകുന്നത്, ഇസ്ലാമികമായ നിലയിൽ വസ്ത്രധാരണം നടത്തുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമികമായ രീതിയിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നത്, ഏതൊരു വിഷയത്തിലും അല്ലാഹു തആലയുടെ പൊരുത്തം കിട്ടുന്ന ഏതൊരു വിഷയത്തിലും മറ്റുള്ളവരുടെ വിമർശനങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മളുടെ കരിയർ, നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ ഒറ്റപ്പെടുത്തലുകളോ മാറ്റി നിർത്തലോ ഒന്നും ബാധിക്കാൻ പാടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്, നമ്മുടെ വിജയം എന്നുള്ളത് അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമല്ല. നമുക്ക് വിജയമാണെങ്കിൽ അത് നമ്മുടെ സന്തോഷമാണ്, നമുക്ക് പരാജയമാണെങ്കിൽ അത് നമ്മുടെ വിഷമമാണ്. അതൊന്നും മറ്റുള്ളവർ ഏറ്റെടുക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നന്മയിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി എല്ലാത്തിനും അല്ലാഹു തആല പരിഹാരം നൽകി അല്ലാഹു തആല ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.